റവറൻ കെ എ പോൾ എന്ന സുവിശേഷകനെ പറ്റി 2 പതിറ്റാണ്ട് മുമ്പ് പലവട്ടം എഴുതിയത് ഓർമ്മിക്കുന്നു. അന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. സെലിബ്രിറ്റികളുടെ കൂടെയും അതുപോലെ തന്നെ രാഷ്ട്രത്തലവന്മാരുടെ കൂടെയും ഒക്കെ നടക്കുന്നയാളാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 സ്ഥാപനങ്ങളുണ്ട്. ഗോസ്പൽ ഫോർ അൺറീച്ച്ഡ് മില്യൻസ്, അതുപോലെ തന്നെ ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞത്. അതിൽ ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവിന് ആരോ ഒരു ജംബോ ജെറ്റ് 747 വിമാനം സംഭാവനയായിട്ട് നൽകി. 2004 തോന്നുന്നു. അപ്പോൾ ആ വിമാനം, ഞാൻ സംസാരിക്കുന്ന കാലത്ത് 2008, ആ സമയത്ത് ആ വിമാനം മെക്സിക്കോയിലെ ടിഹുവാനിൽ അതിങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്, പറക്കാതിരിക്കാൻ കാരണം ഇന്ധനമില്ല, ഫ്യൂവലില്ല, ആ ഫ്യൂവൽ അടിക്കാനുള്ള കാശില്ല. അപ്പോൾ ഇദ്ദേഹം പലരോടും പോയി കാശ് ചോദിച്ചിട്ട് പിന്നെ അവരിൽ നിന്ന് സമാഹരിച്ചിട്ടാണ് ഇത് പലവട്ടം പറപ്പിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് കാശില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞത്, ഇദ്ദേഹം പൈസ ചോദിച്ച ആരോ ഒരു പണക്കാരൻ പറഞ്ഞത്, നിങ്ങളൊരു റോൾസ് റോയ്സ് കാർ വാങ്ങുന്നു, പക്ഷേ പെട്രോൾ അടിക്കാൻ കാശില്ല എന്ന് പറയുന്ന പോലെയാണ് ഇത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏകദേശം $2.5 ലക്ഷം വേണം ഈ വിമാനം പറപ്പിക്കാനും അതിനുള്ള ചെലവുകൾ. അപ്പോൾ അത് ഇല്ലാതെ വിമാനം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ വിമാനം ഉപയോഗിച്ചിരുന്നത് പീസ് ഇനിഷ്യേറ്റീവ്സിന് ആയിരുന്നു എന്നാണ് ഈ റവറൻ പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഏതെങ്കിലും രാജ്യത്ത് കലാമിറ്റികൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ദുരന്തങ്ങൾ സംഭവിക്കുക, ആ സമയത്തൊക്കെ സഹായവുമായിട്ട് ഈ വിമാനം എത്തും. ആ വിമാനത്തിൽ സഹായങ്ങളെല്ലാം സമാഹരിച്ച് പെട്ടെന്ന് എത്തും. ഇതായിരുന്നു പരിപാടി. അങ്ങനെ ചില സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആഗോളതലത്തിൽ ഈ രാഷ്ട്രങ്ങൾ തമ്മിലും അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾക്കുള്ളിൽ ഉള്ള പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഇദ്ദേഹം മുന്നിട്ടിറങ്ങുകയുണ്ടായി. ലൈബീരിയയിലും ഹെയ്റ്റിയിലുമൊക്കെ ഈ പരസ്പരം പടവെട്ടുന്ന ഗാങ്ങുകളെയൊക്കെ ഒന്നിപ്പിക്കാനുമൊക്കെ അക്രമരാഹിത്യത്തിലേക്ക് നയിക്കാനുമൊക്കെ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ സുഡാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഒക്കെ പലവിധത്തിൽ ഇടപെടലുകൾ ഇദ്ദേഹം നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല, എന്നോടൊന്ന് പറഞ്ഞത്, ഇറാഖിൽ യുദ്ധം ഇറാഖിനെ അമേരിക്ക ആക്രമിക്കാതിരിക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ ശ്രമിച്ചിരുന്നു. അതിന് ഒരു മീഡിയേറ്റർ ഇങ്ങേരുമായിരുന്നു. പക്ഷേ ട്രംപ് അന്നത്തെ ബുഷ് ഭരണകൂടം സമ്മതിച്ചില്ല. അങ്ങനെ ഇറാഖിനെ ആക്രമിക്കുകയും സദ്ദാം ഹുസൈൻ ഒളിച്ചോടുകയൊക്കെയാണ് ചെയ്തതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്.